ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർ പോയിന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഡേ 2 സ്ലൈഡ്സ് ക്രിയേഷൻ ആൻഡ് ബേസിക് ഡിസൈൻ. ഇന്ന് നമുക്ക് സ്ലൈഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുന്നത്, ലേഔട്ട് ചേഞ്ച് ചെയ്യുന്നത്, തീംസ് അപ്ലൈ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് എന്നിവയൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സിമ്പിൾ ഡിസൈൻ പോലും പ്രസൻറ്റേഷൻ നല്ലതാക്കുന്നതാണ്. ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാൻ ഹോം ടൂൾ എടുക്കുക. ഹോമിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ഏതാണ് സ്ലൈഡിൻ്റെ തീം എന്ന് അത് സെലക്ട് ചെയ്യുക. ടൈറ്റിൽ സ്ലൈഡ് ആണെങ്കിൽ ടൈറ്റിൽ സ്ലൈഡ്, ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക്, ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ്, സെക്ഷൻ ഹെഡർ, ടൈറ്റിൽ ഓൺലി, ഏതാണ് വേണ്ടതെങ്കിൽ ആ സ്ലൈഡ് സെലക്ട് ചെയ്യുക. സ്ലൈഡ് ടൈറ്റിൽ ആഡ് ചെയ്യുക. പ്രസൻറ്റേഷൻ ടൈറ്റിൽ ആഡ് ചെയ്യുക. ടൈറ്റിൽ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഫോണ്ട് സൈസ് കൂട്ടിയിടാം. ഫോണ്ട് സൈസ് കൂട്ടാം. കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ ഏതാണോ ലേഔട്ട് നമുക്ക് ആ ലേഔട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 കണ്ടൻ്റ് ആണെങ്കിൽ 2 കണ്ടൻ്റ് എടുക്കാം. അല്ല കണ്ടൻറ് വിത്ത് ഓപ്ഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ചാർട്ട് തയ്യാറാക്കണമെങ്കിൽ ചാർട്ട് തയ്യാറാക്കാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് തീം അപ്ലൈ ചെയ്യുന്നത്. തീം അപ്ലൈ ചെയ്യാനായി ഏത് തീമാണോ വേണ്ടത് ആ തീം സെലക്ട് ചെയ്യുക. ഡിസൈൻ എടുക്കുക. തീംസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. തീംസ് സെലക്ട് ചെയ്തപ്പോൾ എല്ലാ സ്ലൈഡിലും ഒരേ തീം വന്നു. നമുക്ക് സെപ്പറേറ്റ് സ്ലൈഡിനാണ് തീം അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ തീം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ സെലക്ട് സ്ലൈഡ് കൊടുക്കുക. നമ്മൾ കൊടുത്ത തീം സെലക്റ്റഡ് സ്ലൈഡിന് മാത്രമായിട്ട് കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്ലൈ ടു സെലക്ട് സ്ലൈഡ് കൊടുക്കുക. തീം സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ടു സെലക്റ്റഡ് സ്ലൈഡ് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡിസൈൻ എടുക്കുക. ഡിസൈനിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് കളർ ഫില്ല് ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്യുക. സോളിഡ് ഫില്ലാണെങ്കിൽ അത്, ഗ്രേഡിയൻറ്റ്, പിക്ചർ ഓർ ടെക്സ്ചർ ഫില്ല്, പാറ്റേൺ ഫില്ലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് പാറ്റേൺ സെലക്ട് ചെയ്തിടുക. അടുത്തത് നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. സിമ്പിൾ ഡിസൈൻ പോലും പ്രസൻറ്റേഷൻ വളരെ നല്ലതാക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.